ഹലോ വെൽക്കം ടു Aamis ഫാം. 8th സ്റ്റാൻഡേർഡിൻ്റെ സോഷ്യൽ സയൻസ് സാമൂഹ്യ ശാസ്ത്രത്തിലെ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് കേട്ടോ. നമുക്കറിയാം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലെ ഓൾമോസ്റ്റ് ഒരു 75% ക്വസ്റ്റ്യൻസ് ആണ് റിപ്പീറ്റഡ് ആയിട്ട് വരാറുള്ളത്. കഴിഞ്ഞ ഇയറിലും നമ്മൾ ഇതുപോലെ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ അതൊക്കെ കാണാനായിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ ലിങ്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് നിങ്ങൾ കയറി വാച്ച് ചെയ്യുക. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും തന്നെയാണ് എപ്പോഴും ക്വസ്റ്റ്യൻസ് വരാറ്. സോ അതൊക്കെ നിങ്ങളൊന്ന് നോക്കി പോവാം. ഇതിൽ നമ്മൾ എല്ലാത്തിൻ്റെയും ആൻസേഴ്സ് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്, പോയിൻറ്റ്സ് ആയിട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങളത് കുറച്ചും കൂടി ഡിസ്ക്രൈബ് ചെയ്തിട്ട് എഴുതണം കേട്ടോ. പഠിക്കാൻ എളുപ്പത്തിനാണ് ഞാനിങ്ങനെ പോയിൻറ്റ്സ് ആയിട്ട് കൊടുക്കുന്നത്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതിന് മുൻപായിട്ട് നിങ്ങളുടെ എല്ലാ സബ്ജക്റ്റും നമ്മൾ ഇതുപോലെ തന്നെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. സോ അതൊക്കെ കാണാനായിട്ട് നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവർക്കൊന്ന് റെഫർ ചെയ്ത് കൊടുക്കുക കേട്ടോ. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് സെക്ഷൻ എന്ന് പറയുന്നത് ആൻസർ ദ ക്വസ്റ്റ്യൻ 1, 2 ഈച്ച് ക്യാരി 1 സ്കോർ. 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ആദ്യത്തെ ദ സ്റ്റേറ്റ് ഇൻ വിച്ച് ദ നിയാൾത്തിക് സൈറ്റ് എടയ്ക്കൽ ഈസ് ലൊക്കേറ്റഡ്. നമുക്കറിയാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. നവീന ശിലായുഗ കേന്ദ്രമായ എടയ്ക്കൽ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം കേരളമാണ്. Next question, pyramids are tombs where the mummies were preserved. Identify the civilization to which the pyramid are related. മമ്മികൾ സൂക്ഷിച്ചിരിക്കുന്ന ശവകുടീരങ്ങളാണ് പിരമിഡുകൾ. ഇവ ചുവടെ നൽകിയിരിക്കുന്നവയിൽ ഏത് സംസ്കാരവുമായി ബന്ധപ്പെട്ടതാണ്? ഹരപ്പൻ ഉണ്ട്, മെസപ്പൊട്ടാമിയൻ ഉണ്ട്, ചൈനീസ് ഉണ്ട്, ഈജിപ്ഷ്യൻ ഉണ്ട്. നമുക്കറിയാം ഈജിപ്ഷ്യൻ സംസ്കാരം അല്ലെങ്കിൽ ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ ആണെന്നറിയാം. നെക്സ്റ്റ് അടുത്ത സെക്ഷനാണ് 3 മുതൽ 6 വരെയുള്ള എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം എഴുതുക. ഓരോന്നിനും 2 സ്കോർ വീതം. തേർഡ് ക്വസ്റ്റ്യൻ, ബുദ്ധമതത്തിൻ്റെ തകർച്ചയ്ക്ക് ഇടയാക്കിയ ഘടകങ്ങൾ വിശദമാക്കുക. എക്സ്പ്ലെയിൻ ദ ഫാക്ടേഴ്സ് ദാറ്റ് ലെഡ് ടു ദ ഡിക്ലൈൻ ഓഫ് ബുദ്ധിസം. ഡിക്ലൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്? തകർച്ച. മലയാളം ഇംഗ്ലീഷും നമ്മൾ ഇതുപോലെ ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ ഇംഗ്ലീഷ് മീഡിയത്തിന് പഠിക്കാൻ കുറച്ചും കൂടി സിമ്പിൾ ആവും കേട്ടോ. കാരണം മലയാളം മീഡിയത്തിൻ്റെ കറക്റ്റ് മീനിങ് കാര്യങ്ങളൊക്കെ നമുക്കതിൽ കൊടുക്കുന്നുണ്ട്. സോ അതിൻ്റെ ആൻസർ നോക്കാം. ബുദ്ധമതം അധപതിക്കാനുള്ള കാരണങ്ങൾ. ആരംഭത്തിൽ കിട്ടിയതുപോലെ രാജാക്കന്മാരുടെ പിന്തുണ പിൽക്കാലത്ത് കിട്ടാതെയായി. ബുദ്ധമതം മഹായാനം എന്നും ഹീനയാനം എന്നും 2ആയി വിഭജിക്കപ്പെട്ടത്. പിന്നെ വൈദിക മതത്തിൻ്റെ പുനരുത്ഥാനം. ഇതൊക്കെയാണ് റീസൺസ്. Buddhist teachings and ideologies failed to receive much support from the later rulers. Buddhism lost its grandeur when it was split into 2 sects, the Mahayana and the Hinayana. നമ്മളതിൽ പറഞ്ഞു. ഇനി the revival of Vedic religion adversely affected the progress of Buddhism. വൈദിക മതത്തിൻ്റെ പുനരുത്ഥാനം എന്ന് പറഞ്ഞു. പുതിയൊരു പുനരുത്ഥാനം വന്നപ്പോൾ അവിടെയും എന്ത് ചെയ്തു? ബുദ്ധമതം അവിടെ എന്ത് ചെയ്തു? അവിടെയും അധപതിക്കുകയാണ് ചെയ്തത്. ഒന്നാമത്തെ കാര്യം രാജാക്കന്മാരുടെ സപ്പോർട്ട് ഉണ്ടായിരുന്നില്ല. രണ്ടാമത്തത് അത് 2ആയിട്ട് തരംതിരിച്ചു. മഹായാനം അതുപോലെ ഹീനയാനം എന്ന് പറഞ്ഞിട്ട് തിരിച്ചു. അപ്പോൾ അതും ഇതിൻ്റെ അധപതനത്തിനുള്ള ഒരു കാരണമായിട്ട് തീർന്നു. പിന്നെ പറയുന്നത് ഇതിലെന്താണ്? വൈദിക മതത്തിൻ്റെ പുനരുത്ഥാനം. അത് നിങ്ങൾ പഠിച്ചു വെക്കണം. ചില കാര്യങ്ങൾ അങ്ങനെ തന്നെ പഠിച്ചു വെക്കേണ്ടതായിട്ടുണ്ട്. അത് നമ്മൾ പ്രത്യേകിച്ച് പഠിക്കാനുള്ള അല്ലെങ്കിൽ വേറെ വേർഡ് വെച്ച് നമുക്കതിനെ മാറ്റാൻ പറ്റില്ല കേട്ടോ. ഒരു 2-4 പോയിൻറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്താ ഏറ്റവും എളുപ്പമുള്ള ഒരു 2-3 പോയിൻറ്റ്സ് പഠിച്ചു വയ്ക്കുക. ഒരു 10 പോയിൻ്റ് ഒക്കെ ഉണ്ടെങ്കിൽ എളുപ്പമുള്ള ഒരു 6 പോയിൻ്റ് പഠിച്ചു വയ്ക്കുക. അതെങ്കിലും നമ്മൾ പഠിച്ചെഴുതുക കേട്ടോ. ഇനി 4th ക്വസ്റ്റ്യൻ, ചുവടെ നൽകിയിരിക്കുന്ന അംഗീകൃത ചിഹ്നങ്ങൾ ഭൂപടങ്ങളിൽ ഏതെല്ലാം ഭൂസവിശേഷതകളെയാണ് പ്രതിനിധാനം ചെയ്യുന്നത്? ഇത് കഴിഞ്ഞ ഇയറിലും വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതൊരു വലിയ ക്വസ്റ്റ്യൻ ആയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് സയൻസ് ഒക്കെ കാണിച്ചിട്ട്. അത് കഴിഞ്ഞ ഇയറിലെ പേപ്പറിൽ നോക്കിയാൽ കാണാം. താഴെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ എന്തായാലും വാച്ച് ചെയ്യുക. അത് ഈ ഒരു വർഷം അപ്പോൾ എന്തായാലും ഉണ്ടായിരിക്കും. Identify the geographical features represented by the given conventional symbols in map. ഫസ്റ്റത്തെ നമുക്കറിയാം ബ്രിഡ്ജാണ്, പാലമാണ്. രണ്ടാമത്തത് ശവപ്പറമ്പ് അല്ലെങ്കിൽ ഗ്രേവ് യാർഡ്. 5th ക്വസ്റ്റ്യൻ, വെള്ളപ്പൊക്കം ദുരന്തമായി മാറാതിരിക്കാൻ സ്വീകരിക്കേണ്ട മുൻകരുതലുകൾ ഏവ? മെൻഷൻ ദ പ്രിക്വേഷൻ ടു ബി ടേക്കൺ ടു പ്രിവെൻറ്റ് ഫ്ലഡ് ഫ്രം ബിക്കമിങ് എ ഡിസാസ്റ്റർ. അപ്പോൾ ഒരു ദുരന്തമായിട്ട് മാറാതിരിക്കാൻ എന്താ നമ്മൾ ചെയ്യേണ്ടത്? വെള്ളപ്പൊക്കം ദുരന്തമാകാതിരിക്കാൻ സ്വീകരിക്കേണ്ട നടപടികൾ. പാടങ്ങൾ, കുളങ്ങൾ എന്നിവ നികത്താതിരിക്കുക. കുന്നിടിക്കൽ, പാറ പൊട്ടിക്കൽ, നദികളിലെ മണലൂറ്റ് എന്നിവ തടയുക. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 3 പോയിൻ്റ് ആക്കിയിട്ട് എഴുതാം. കുന്നിടിക്കൽ ചെയ്യാതിരിക്കുക അല്ലെങ്കിൽ നടത്താതിരിക്കുക. പാറ പൊട്ടിക്കാതിരിക്കുക. നദികളിലെ മണൽ ഊറ്റാതിരിക്കുക. ഇതൊക്കെ 3 പോയിൻറ്റ്സ് ആയിട്ട് എഴുതാം കേട്ടോ. ഇനി പരിസ്ഥിതി ലോല പ്രദേശങ്ങളിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താതിരിക്കുക. നദീതീരങ്ങൾ
കയ്യേറിയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ തടയുക. നമ്മൾ ഓരോ കൺസ്ട്രക്ഷൻസ് ഒക്കെ ചെയ്യുന്നില്ലേ, ബിൽഡിങ്സ് ഒക്കെ ഓരോ നദീതീരത്തും പാടത്തിൻ്റെ ആ ഒരു ഭാഗങ്ങളിലൊക്കെ ചെയ്യുക, അതൊക്കെ ചെയ്യാതിരിക്കാനാണ് പറയുന്നത്. ഇറ്റ് ഈസ് എസെൻഷ്യൽ ടു ക്രിയേറ്റ് എൻവയോൺമെൻറ്റൽ അവയർനെസ് ഇൻ പീപ്പിൾ. അപ്പോൾ ആൾക്കാരിൽ ബോധവൽക്കരിക്കുക. അത് മലയാളം മീഡിയത്തിന് എഴുതാട്ടോ. ആൾക്കാർക്ക് നമ്മൾ ബോധവൽക്കരണം നടത്തി കഴിഞ്ഞാൽ ഒരു രീതി വരെ നമുക്ക് എന്ത് ചെയ്യാം, വെള്ളപ്പൊക്കം തടയാം. അപ്പോൾ അവരിങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കും. മസ്റ്റ് ഗീവ് സയൻറ്റിഫിക് എൻവയോൺമെൻറ്റൽ എഡ്യൂക്കേഷൻ ഫ്രം ചൈൽഡ്ഹുഡ് ഇറ്റ് സെൽഫ്. ഇതും മലയാളം മീഡിയത്തിന് എഴുതി വയ്ക്കാം. എന്താണ്, ചെറുപ്രായം തൊട്ടിട്ട് തന്നെ കുട്ടികൾക്ക് അതിൻ്റെ വിദ്യാഭ്യാസം നൽകാം. ഈച്ച് വൺ ഓഫ് us is born to obey the existing rule. The side walls around the houses will be built by bio-fencing with bush plants and instead of those with brick and cement. ബുഷ് പ്ലാന്റ്സ് ഒക്കെ ചുറ്റും നമ്മൾ മതിൽ പണിയില്ല, അതിന് പകരം കുറേ ചെടികൾ നമുക്ക് വെക്കാം. അപ്പോൾ ഈ വരുന്ന വെള്ളം അങ്ങോട്ട് തന്നെ തിരിച്ചു പോകും, പിന്നെ അത് വലിച്ചെടുക്കും. The people of Kerala must be provided with the awareness skill to go on with the development activity without causing much harm to the natural environment. അപ്പോൾ ഇതൊന്നും എഴുതേണ്ട ആവശ്യമില്ല. ഇതിന് പകരമായിട്ട് നമുക്ക് മുകളിൽ എഴുതി കുറച്ച് പോയിന്റ്സ് ഇൻക്ലൂഡ് ചെയ്താൽ മതി കേട്ടോ. ഡു നോട്ട് ഫിൽ ഇൻ ഫീൽഡ് ഓർ പോണ്ട്സ്, അവോയ്ഡ് ഹിൽ മൈനിങ്, റോക്ക് ബ്ലാസ്റ്റിംഗ് ആൻഡ് റിവർ സാൻഡ് ബ്ലാസ്റ്റിംഗ്. നമ്മൾ ഇതൊക്കെ ആ മലയാളം മീഡിയത്തിൻ്റെ ഇതിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റീസ് ഇൻ എൻവയോൺമെൻ്റലി സെൻസിറ്റീവ് ഏരിയാസ്, അവോയ്ഡ് ഇറ്റ്. ഡു നോട്ട് ക്യാരി ഔട്ട് കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റീസ് എൻറോച്ചിങ് ഓൺ റിവർ ബാങ്ക്സ്. ആ പറഞ്ഞ കാര്യങ്ങൾ തന്നെ. നമ്മളെന്താ പറയുക, പാറ പൊട്ടിക്കാതിരിക്കുക, കുന്ന് അതുപോലെ ഇടിക്കാതിരിക്കുക, പാടങ്ങൾ നികത്താതിരിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. 6th ക്വസ്റ്റ്യൻ, സാമൂഹിക സംഘങ്ങൾ കൊണ്ടുള്ള പ്രയോജനങ്ങൾ എന്തെല്ലാം? വാട്ട് ആർ ദ യൂസസ് ഓഫ് സോഷ്യൽ ഗ്രൂപ്പ്സ്? പ്രൊമോട്ട് കമ്പാനിയൻഷിപ്പ്, ട്രെയിൻ ബിഹേവിയർ പാറ്റേൺ, പ്രൊമോട്ട് കോ എക്സിസ്റ്റൻസ്, പ്രൊമോട്ട് സോഷ്യൽ വാല്യൂസ് ആൻഡ് എൻഷുർ കോപ്പറേഷൻ. കൂട്ടായ്മ വളർത്തുന്നു, പെരുമാറ്റ ശീലങ്ങൾ പരിശീലിപ്പിക്കുന്നു, സഹപ്രവർത്തിത്വം വളർത്തുന്നു, പരസ്പര സഹകരണം ഉറപ്പുവരുത്തുന്നു. അതാണ് എൻഷുർ കോപ്പറേഷൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. പിന്നെ പ്രൊമോട്ട് കോ എക്സിസ്റ്റൻസ് എന്ന് പറഞ്ഞ സഹവർത്തിത്വം, എല്ലാവരുമായിട്ട് നമുക്ക് ഒരുമിച്ച് ജീവിച്ചു പോകാനുള്ള മാനസികാവസ്ഥ. അത് വേണമെങ്കിൽ സോഷ്യൽ ഗ്രൂപ്പ്സ്, ഈ ഫാമിലീസ്, സൊസൈറ്റിയിലെ ഓരോ ഗ്രൂപ്പ്സ്, അതിലൊക്കെ നമ്മൾ പോയാലാണ് ഒരുപാട് മെമ്പേഴ്സ് ഉള്ള വീട്ടിലെ കുട്ടികൾക്ക് നല്ല രീതിയിൽ ആൾക്കാരായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റും. കാരണം ഇത്രയും ആൾക്കാരുടെ ഇടയിൽ വന്ന് ജീവിക്കുന്നവരല്ലേ. ഇപ്പോൾ ന്യൂക്ലിയർ ഫാമിലീസ് ഒക്കെ ആകുമ്പോൾ പെട്ടെന്ന് ആൾക്കാരായിട്ട് കുറേ ആൾക്കാരെ കാണുമ്പോൾ അവരൊരു ഇൻട്രോവേർട്ട് കുട്ടികളായിട്ട് മാറും. അപ്പോൾ അതൊക്കെയാണ് പറയുന്നത് കേട്ടോ. ഇതൊക്കെ ഇതിനേക്ക് നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഡിസ്കസ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ എല്ലാ ചാപ്റ്റേഴ്സിലെ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് നമ്മൾ കഴിഞ്ഞ ഇയർ കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഒരുപാട് ക്വസ്റ്റ്യൻസ് അന്ന് വന്നിട്ടുണ്ട്, ഒരുപാട് പേർക്ക് യൂസ്ഫുൾ ആയെന്ന് ഇതിൽ കമൻസും ഉണ്ടായിരുന്നു കേട്ടോ. സോ നിങ്ങളിപ്പോൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ആ വീഡിയോ കാണുക. ഈ 2 വീഡിയോസ് നന്നായി നോക്കി പഠിച്ചു പോയാൽ തന്നെ നിങ്ങൾക്ക് എന്തായാലും ഒരു 75% മാർക്ക് കിട്ടും, ഉറപ്പുള്ള കാര്യമാണ് കേട്ടോ. പിന്നെ നിങ്ങളുടെ പോർഷൻസും കൂടി നിങ്ങളൊന്ന് കവർ ചെയ്ത് പോവുക. ഓക്കെ. 7th ക്വസ്റ്റ്യൻ, മെൻഷൻ ദ ഫംഗ്ഷൻ ഓഫ് ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, റിപ്പീറ്റഡ് ആയിട്ട് വരാറുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യൻ രാഷ്ട്രപതിയുടെ ചുമതലകൾ ഏവ? രാഷ്ട്രപതിയുടെ ധർമ്മങ്ങൾ, പ്രധാനമന്ത്രിയെയും മന്ത്രിമാരെയും നിയമിക്കൽ, സുപ്രീം കോടതിയിലേക്ക് ഹൈക്കോടതിയിലേക്കും ചീഫ് ജസ്റ്റിസിനെയും മറ്റും ജഡ്ജിമാരെയും നിയമിക്കൽ, സർവ്വസൈന്യാധിപനായി പ്രവർത്തിക്കൽ, രാജ്യസഭയിലേക്കും ലോകസഭയിലേക്കും അംഗങ്ങളെ നാമനിർദ്ദേശം ചെയ്യുന്നു, പാർലമെൻറ്റ് പാസാക്കിയ ബില്ലുകൾക്ക് അംഗീകാരം നൽകൽ, ആവശ്യമായി വന്നാൽ രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കൽ, ദയാഹർജിയിൽ തീർപ്പ് കൽപ്പിക്കൽ, അപ്പോയിന്റ് ദ പ്രൈം മിനിസ്റ്റർ ആൻഡ് അതർ മിനിസ്റ്റേഴ്സ്, അപ്പോയിന്റ് ചീഫ് ജസ്റ്റിസ് ആൻഡ് ജഡ്ജസ് ഓഫ് ദ സുപ്രീം കോർട്ട്, നോമിനേറ്റ് 12 members of Rajya and 2 members of Lok Sabha, act as the supreme commander of armed forces. ആർമി ഇല്ലേ, അതാണ് ആംഡ് ഫോഴ്സസ് എന്ന് പറയുന്നത്. Give assent to bills passed by the parliament, declare emergency in the country if needed. അതാണ് നമ്മൾ പറഞ്ഞത്, എന്ത് ആവശ്യമായി വന്നാൽ രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കൽ. ടേക്ക് ഡിസിഷൻ ഓൺ മേഴ്സി പെറ്റീഷൻ, ദയാഹർജി, അതിന് തീർപ്പുണ്ടാക്കുക. അതിൽ പറഞ്ഞ അതേ കാര്യങ്ങളുടെ മീനിങ് തന്നെയാണ് നമ്മൾ താഴെയും മുകളിലായിട്ട് കൊടുക്കുന്നത് കേട്ടോ. ക്ലിയർ ആയല്ലോ. 8th ക്വസ്റ്റ്യൻ, ഗുപ്ത കാലഘട്ടത്തിലെ ശാസ്ത്ര സാഹിത്യ മേഖലകളിലെ പുരോഗതി വ്യക്തമാക്കുന്ന പട്ടിക പൂർത്തിയാക്കുക. Complete the given table showing the development occurred in the field of science and literature during the Gupta period. നോക്കാം. ആദ്യത്തെ വിശാഖദത്തൻ എന്ന് പറയുന്നത് ഏത് ബുക്സിലായിരുന്നു? അതാണ് രചയിതാവ്. അപ്പോൾ അത് ഏത് ബുക്കാണ് എഴുതിയത് ആള്? മുദ്രരാക്ഷസം എന്ന് പറഞ്ഞ ബുക്കായിരുന്നു. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് റൈറ്റർ ആരാന്ന് കൊടുത്തിട്ടില്ല, ആ രചയിതാവ് ആരാന്ന് കൊടുത്തിട്ടില്ല, ബുക്ക് കൊടുത്തിട്ടുണ്ട്. അതാണ് അഭിജ്ഞാന ശാകുന്തളം. സിമ്പിളാണ്, അറിയാലോ. കാളിദാസനാണ് അത് എഴുതിയത്.
തേർഡ് വൺ ആര്യഭട്ട. ആര്യഭട്ട എഴുതിയത് ഏതായിരിക്കും, ഏത് ബുക്കായിരിക്കും? അതിൽ തന്നെയുണ്ട് ആൻസർ ആര്യഭട്ടീയം. ഓക്കെ, ഇനി ലാസ്റ്റ് വൺ ബുക്സ് ഏതാന്ന് കൊടുത്തിട്ടുണ്ട്, അമരകോശം. അപ്പോൾ അത് ആരാണ് എഴുതിയത്? അതിൽ തന്നെയുണ്ട് ആൻസർ അമരസിംഹൻ. അദ്ദേഹമാണ് അത് എഴുതിയത്. ക്ലിയർ ആയല്ലോ? 9th ക്വസ്റ്റ്യൻ, റൈറ്റ് എനി 3 ഒബ്ജക്റ്റീവ്സ് ഓഫ് ദ എക്കണോമിക് പ്ലാനിങ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ സാമ്പത്തിക ആസൂത്രണത്തിൻ്റെ ഏതെങ്കിലും 3 ലക്ഷ്യങ്ങൾ എഴുതുക. അത് ലക്ഷ്യങ്ങൾ 3 നമുക്ക് എഴുതാം. തുല്യത, വളർച്ച, സ്വാശ്രയത്വം, ആധുനികവൽക്കരണം. ഇക്വിറ്റി, ഗ്രോത്ത്, സെൽഫ് റിലയൻസ്, മോഡേണൈസേഷൻ എന്ന് പറയുമ്പോൾ ഒന്നും കൂടി എല്ലാ രീതിയിലും ഒരു മോഡേൺ വേൾഡ് ആവുക. സ്വാശ്രയത്വം എന്ന് പറയുമ്പോൾ എന്താണ്? സെൽഫ് റിലയൻസ്, നമുക്ക് വേറൊരാളുടെ ആശ്രയമില്ലാതെ ജീവിക്കാൻ പറ്റുക. ഗ്രോത്ത് നമ്മുടെ വളർച്ച. തുല്യത, എല്ലാവർക്കും തുല്യമായിട്ടുള്ള അവകാശം കൊടുക്കുക. ഓക്കെ, എല്ലാ രീതിയിലും. 10th ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ സ്ട്രക്ചർ ഓഫ് നീതി ആയോഗ്. നീതി ആയോഗിന്റെ ഘടന വിശദമാക്കുക. നീതി ആയോഗിന്റെ ഘടന: പ്രധാനമന്ത്രി അധ്യക്ഷൻ, എല്ലാ മുഖ്യമന്ത്രിമാരും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ ലഫ്റ്റനന്റ് ഗവർണർമാരും പ്രധാനമന്ത്രി നിയോഗിക്കുന്ന ഉപാധ്യക്ഷനും സ്ഥിരം അംഗങ്ങൾ, 2 പാർട്ട് ടൈം അംഗങ്ങൾ, 4 അനൗദ്യോഗിക അംഗങ്ങൾ. അതിൽ പ്രധാനമന്ത്രി നിയമിക്കുന്ന 4 കേന്ദ്രമന്ത്രിമാരാണുള്ളത്. ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ എന്നിവരും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. അപ്പം നീതി ആയോഗിൻ്റെ ഒരു ഘടനയാണ്, സ്ട്രക്ചറാണ് പറയുന്നത് കേട്ടോ. ദ ചെയർമാൻ ഓഫ് ദ നീതി ആയോഗ് ഇസ് ദ പ്രൈം മിനിസ്റ്റർ. ദ ഗവേണിംഗ് കൗൺസിൽ കൺസിസ്റ്റ് ഓഫ് ഓൾ സ്റ്റേറ്റ് ചീഫ് മിനിസ്റ്റർ, lieutenant governors of union territories and a vice chairman nominated by the prime minister. In addition to full members, there are 2 part-time members and 4 ex officio members and a chief executive officer. The temporary members are selected from the leading universities and research institute. The Prime Minister depute 4 cabinet minister as ex officio members. The chief executive officer is appointed by the Prime Minister. അതിൽ പറഞ്ഞ അതേ കാര്യങ്ങളാണ് ഇതിലും പറയുന്നത് കേട്ടോ. ഇതിലത്തെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ എന്തായാലും പഠിച്ചിട്ടുണ്ട്. 2-3 കാര്യങ്ങൾ എന്തായാലും പഠിച്ചു വെച്ചോളൂ കേട്ടോ. എല്ലാ കാര്യങ്ങളും എഴുതാൻ പറ്റിയ 3-4 പോയിന്റ്സ്, 4 പോയിന്റ്സ് ഒക്കെ ഇതിലുള്ളൂ. അത് നിങ്ങൾ പഠിച്ചു വയ്ക്കുക, കാരണം ഇതും റിപ്പീറ്റഡ് ആയിട്ട് വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. അടുത്ത സെക്ഷനാണ് കേട്ടോ. അതിൽ 11ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. തണ്ണീർത്തടങ്ങളെ അടിസ്ഥാനമാക്കി ചുവടെ നൽകിയിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. തണ്ണീർത്തടങ്ങൾ എന്നാൽ എന്ത്? വാട്ട് ആർ വെറ്റ്ലാൻഡ്സ്? അതിൻ്റെ ആൻസർ തണ്ണീർത്തടങ്ങൾ. ഉപരിതല ജലം സംഭരിക്കപ്പെടുന്ന സ്വാഭാവിക ഇടങ്ങളാണ് തണ്ണീർത്തടങ്ങൾ. ഉപരിതല ജലം. ഓക്കെ, അപ്പോൾ വെള്ളത്തിൻ്റെ ആ ഒരു ഉറവിടമല്ല എന്ന് പറഞ്ഞാൽ ആഴത്തിലുള്ള വെള്ളമല്ല, ആ മുകളിലുള്ള വെള്ളം, ആ ഒരു ഉപരിതല വെള്ളം നമ്മൾ എവിടെയാണോ സംരക്ഷിക്കുന്നത് അത് തണ്ണീർത്തടങ്ങൾ എന്ന് പറയുന്നു. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഇംഗ്ലീഷ് നമുക്ക് നോക്കി നോക്കാം. വെറ്റ്ലാൻഡ്സ് ആർ നാച്ചുറൽ സിങ്ക്സ് ഓഫ് സർഫസ് വാട്ടർ. കണ്ട, ഉപരിതല വെള്ളം, അതാണ് സർഫസ് വാട്ടർ എന്ന് പറയുന്നത്, മുകളിലുള്ള വെള്ളം. ഇനി വയലുകൾ, കുളങ്ങൾ, ചതുപ്പ് നിലങ്ങൾ തുടങ്ങിയ എല്ലാ താഴ്ന്ന പ്രദേശങ്ങളും തണ്ണീർത്തടങ്ങൾ എന്ന വിഭാഗത്തിൽ പെടുന്നു. അപ്പോൾ ഇനി ഈ ഒരു സർഫസ് വാട്ടർ വന്ന് നിൽക്കുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാണ്? പാഡി ഫീൽഡിൽ ഉണ്ടാവും, പോണ്ടിൽ ഉണ്ടാവും, സ്വാമ്പി റീജിയൻ ഉണ്ടാവും, ആൻഡ് ഓൾ ലോ ലയിങ് റീജിയൻ കം അണ്ടർ ദ കാറ്റഗറി ഓഫ് ലോ ലാൻഡ്സ്. ഇനി തണ്ണീർത്തടങ്ങൾ നികത്തുന്നതിൻ്റെ ഫലമായി ഉണ്ടാകുന്ന പാരിസ്ഥിതിക പ്രശ്നങ്ങൾ എഴുതുക. മെൻഷൻ ദ എൻവയോൺമെൻറ്റൽ പ്രോബ്ലം കോസ്ഡ് ബൈ ദ റിക്ലമേഷൻ ഓഫ് വെറ്റ്ലാൻഡ്. റിക്ലമേഷൻ എന്ന് വെച്ചാൽ എന്താണ്? അത് നമ്മൾ നികത്തുക. അത് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ പാടം നികത്തില്ലേ, മണ്ണിട്ട്, അതുപോലെയാണ് പറയുന്നത്. അപ്പോൾ ഇതുപോലെ നികത്തുന്നതുകൊണ്ടുള്ള പ്രശ്നങ്ങൾ എന്താണ്? തണ്ണീർത്തടങ്ങൾ നികത്തുന്നത് കൊണ്ടുള്ള പാരിസ്ഥിതിക പ്രശ്നങ്ങൾ: കിണറുകളിൽ ജലനിരപ്പ് താഴുന്നു. അറിയാം, വെള്ളത്തിൻ്റെ അളവ് അങ്ങനെ താഴ്ന്നു പോകുന്നു. ചെറിയ മഴയിൽ പോലും നദികളിൽ വെള്ളപ്പൊക്കം ഉണ്ടാകുന്നു. അതുപോലെ ചെറിയ മഴ പെയ്യുമ്പോഴേക്കും നദിയിൽ എന്ത് ചെയ്യും? വെള്ളം കൂടുകയാണ് അവിടെ. കാരണം വേറെ സ്ഥലങ്ങൾക്കൊന്നും ഇവർക്ക് ഒഴുകി പോകാനില്ല. അപ്പോൾ ഇനി അത് നമ്മൾ ഇംഗ്ലീഷിൽ പറയുമ്പോൾ എന്താ പറയുക? ലോവറിങ് ഓഫ് വാട്ടർ ലെവൽസ് ഇൻ വെൽ. കിണറുകളിൽ വെള്ളം താഴ്ന്നു പോകുന്നു. ഫ്ലഡ്സ് ബിക്കം കോമൺ ഇൻ റിവേഴ്സ് ഈവൻ ഇൻ സ്ലൈറ്റ് റെയിൻ. ചെറിയൊരു റെയിനിൽ പോലും ഇതുപോലെ ഫ്ലഡ്സ് ഉണ്ടാവുക, വെള്ളപ്പൊക്കം ഉണ്ടാവുക എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പോൾ വെള്ളത്തിൻ്റെ ഉപരിതല വെള്ളം എന്ന് പറയുന്നത് ഇത്രയുള്ള ആ ഒരു തെളിനീർ വെള്ളം. ഓക്കെ, അത് വരുന്നത് ലോ ലാൻഡ്സിലാണ് ഏറ്റവും കൂടുതൽ വരുന്നത്. കാരണം നമുക്കറിയാം, ഇപ്പോൾ ഒരു വലിയ കുളം ഉണ്ടെങ്കിൽ ആ കുളത്തിൽ നിന്ന് താഴ്ഭാഗത്തേക്ക്, ഇപ്പോൾ ഫീൽഡ് അങ്ങനെയുള്ള സ്ഥലത്തേക്ക് ഒഴുകുമ്പോൾ അതിൻ്റെ ഏറ്റവും മുകളിലെ വെള്ളത്തിൽ നിന്നല്ല ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. ഏറ്റവും ഉള്ളിലുള്ള ആഴം കൂടിയ സ്ഥലത്ത് നിന്നല്ലല്ലോ വെള്ളം ഒഴുകുന്നത്. അതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. 12th ക്വസ്റ്റ്യൻ നമുക്ക് മാച്ച് ദ ഫോളോയിങ് ആണ്. ട്രോപ്പോസ്ഫിയർ, അതിനെ ഏതാണ് ബന്ധപ്പെട്ടുള്ളതെങ്കിൽ അത് നമ്മൾ മാർക്ക് ചെയ്യുക.
ക്ലൗഡ് ഫോർമേഷൻ ആണ്, മേഘരൂപീകരണമാണ് അതുകൊണ്ട് ഉണ്ടാകുന്നത്. പിന്നെ സ്ട്രാറ്റോസ്ഫിയർ, അതൊരു പാളിയാണ്. അപ്പോൾ സ്ട്രാറ്റോസ്ഫിയർ എന്ന് പറയുന്നത് ഓസോൺ ലെയർ. നെക്സ്റ്റ് മെസോഫിയർ എന്ന് പറയുന്നത് ഏതാ? ദ മെറ്റിയോസ് ഗെറ്റ് ബേൺഡ് ഔട്ട്, ഉൽക്കകൾ കത്തിച്ചാരമാകുന്നു. ആൻഡ് ലാസ്റ്റ് വൺ തെർമോസ്ഫിയർ ഹെൽപ്സ് ഇൻ ദ ട്രാൻസ്മിഷൻ ഓഫ് റേഡിയോ വേവ്സ്. തെർമോസ്ഫിയർ റേഡിയോ പ്രക്ഷോഭണം സാധ്യമാക്കുന്നു. മലയാളത്തിലും ഇംഗ്ലീഷിലും ഒരേപോലെ തന്നെയാണ് എഴുതിയിരിക്കുന്നത് കേട്ടോ, ഓർഡർ കറക്റ്റാണ്. 13th question, explain the impact of the flood that occurred in Kerala during 2018. നമുക്ക് എല്ലാവർക്കും അറിയാം, വലിയൊരു വെള്ളപ്പൊക്കം ഉണ്ടായ വർഷം 2018 കേരളത്തിൽ ഉണ്ടായ പ്രളയത്തിൻ്റെ ആഘാതങ്ങൾ വിശദമാക്കുക. നമ്മൾ ആ ഫിലിമൊക്കെ കണ്ടിട്ടുള്ളത്, അതൊക്കെ കണ്ടു വെച്ച് നിങ്ങൾക്കത് എഴുതാൻ മതി. അതാണ് എഴുതാൻ അറിയണം എന്ന് പറയുന്നത്. ഇംഗ്ലീഷിലായാലും മലയാളത്തിലായാലും നമുക്ക് എന്തെങ്കിലുമൊക്കെ വേർഡ്സ് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയൊക്കെ ഗ്രാമേഴ്സ് വെച്ച് എഴുതാം. ഓക്കെ, അപ്പോൾ വേർഡ്സ് മാക്സിമം പഠിക്കുക എന്നുള്ളതായിരിക്കണം നിങ്ങളുടെ ലക്ഷ്യം. അത് കഴിഞ്ഞ് നമുക്ക് കറക്റ്റ് ഗ്രാമറിലേക്ക് വന്നാൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റും. ജലസംഭരണികളുടെ ക്രമീകരണം 2018 ഓഗസ്റ്റ് മുതൽ ഓഗസ്റ്റ് 19 വരെ പെയ്ത മഴയെ തുടർന്ന് ജലസംഭരണികളിലേക്ക് ഉണ്ടായ നീരൊഴുക്ക് സംഭരണികൾക്ക് താങ്ങാനാവുന്നതിലും അപ്പുറമായിരുന്നു. ഈ ജലത്തെ ക്രമീകരിക്കാനായി 37 അണക്കെട്ടുകളും തുറക്കേണ്ടി വന്നു. ഇടുക്കി അണക്കെട്ടിൻ്റെ 5 ഷട്ടറുകളും 26 വർഷത്തിനു ശേഷം തുറക്കേണ്ടി വന്നു. മണ്ണിടിച്ചിലിലും ഉരുൾപൊട്ടലിലും കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ട് ചരിഞ്ഞാണ് കേരളത്തിൽ ഭൂഘടന. ഇടുക്കി, വയനാട് ജില്ലകളിൽ പെയ്ത മഴ മണ്ണിടിച്ചിലിനും ഉരുൾപൊട്ടലിനും ഇടയാക്കി. റീസൺസ് എന്താണെന്ന് മനസ്സിലായല്ലോ. നമുക്കൊരു ചെരിവുണ്ട്, നമ്മുടെ ഒരു ഭാഗം, കേരളത്തിൻ്റെ ഒരു ഭാഗം. അപ്പോൾ ആ ഭാഗത്ത് മണ്ണിടിച്ചിലുണ്ടായി. ദ റെയിൻസ് ദാറ്റ് ലാസ്റ്റ് കേരള ബിറ്റ്വീൻ ജൂൺ 2018 ആൻഡ് ഓഗസ്റ്റ് 2018 were much more than the normal. അപ്പോൾ എന്നുമുള്ള പോലത്തെ അല്ല, അതിനേക്കാൾ കുറച്ച് കൂടുതലായിട്ട് മഴ പെയ്തു. എപ്പോഴാണ്? ജൂൺ 2018, ഓഗസ്റ്റ് 2018, അതിനുള്ളിൽ. ദ ഡാമേജ് ആൻഡ് ഡിസ്ട്രക്ഷൻ കോസ്ഡ് ബൈ ദ ഫ്ലഡ് ഇൻ 2018 ക്യാൻ നെവർ ബി റിയലി എസ്റ്റിമേറ്റഡ്. അതിന് മുമ്പ് ഒരു ലൈൻ ഉണ്ട്, ദിസ് കോസ്റ്റ് കൺസിഡറബിൾ ഫ്ലഡിങ് ഇൻ 13 ഔട്ട് ഓഫ് ദ 14 ഡിസ്ട്രിക്ട്. 14 ജില്ലകളിൽ 13 മഹാമാരിയായിട്ടുള്ള ഒരു വെള്ളപ്പൊക്കമാണ് ഉണ്ടായത്. ഇറ്റ് ഹാഡ് ഇറ്റ്സ് ഡിവൈസ്റ്റേറ്റീവ് എഫക്ട് ഓൺ ഓൾ സെക്ടേഴ്സ്. ഇറ്റ് ടുക്ക് അവേ 100 ഓഫ് ലീവ്സ്. 100ഓളം ആൾക്കാരുടെ ജീവൻ എടുത്തു. ദ ലാൻഡ് എൻവയോൺമെൻറ്റ് ആസ് വെൽ ആസ് ദ ലൈഫ് ഫോംസ് ഓഫ് ഇൻക്ലൂഡിങ് മാൻ വേർ സബ്ജക്റ്റഡ് ടു ഫ്ലഡ്. ലാൻഡ്, നമ്മളുള്ള സ്ഥലങ്ങൾ മാത്രമല്ല, ആൾക്കാരുടെ ജീവനും ഇതോടൊപ്പം തന്നെ പോയി. ദ അഗ്രികൾച്ചർ സെക്ടർ വാസ് ഹോളി എഫക്റ്റഡ് ബൈ ദ ഫ്ലഡ്. വെള്ളപ്പൊക്കം വന്നോട് കൂടിയിട്ട് എല്ലാ കൃഷിക്കും എന്ത് ചെയ്തു? കൂടുതൽ എഫക്റ്റ് ചെയ്ത് അവരെയാണ്. പിന്നെ എന്താ പറയുന്നത്? ആകെ 381 ഇടത്ത് ഉരുൾപൊട്ടലുണ്ടായി. അപ്പോൾ അതൊന്നും നമുക്ക് എഴുതേണ്ട ആവശ്യമില്ല കേട്ടോ. ഇത്ര സ്ഥലത്ത് അല്ലെങ്കിൽ ഇത്ര എണ്ണം എന്നൊന്നും നമുക്ക് എഴുതേണ്ട ആവശ്യമില്ല. ഉരുൾപൊട്ടലുണ്ടായി നിങ്ങൾക്ക് എഴുതാം. കാർഷിക മേഖല, പിന്നെ അവിടെയും കുറച്ച് നമ്പേഴ്സൊക്കെ പറയുന്നുണ്ട്, അത് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യേണ്ട ആവശ്യമില്ല. കാർഷിക മേഖലയിലെ കൃഷിഭൂമിയിലെ മാലിന്യങ്ങളും പ്രളയത്തിൽ ഒഴുകി വന്ന വസ്തുക്കളും അടിഞ്ഞുകൂടി. വളർത്തുമൃഗങ്ങൾ, നമ്മൾ ഡൊമസ്റ്റിക് അനിമൽസ് എന്ന് പറയില്ലേ, അത് പശു, ആട്, എരുമ, പോത്ത്, കന്നുകുട്ടി, നായ, കോഴി തുടങ്ങി എല്ലാത്തരം വളർത്തുമൃഗങ്ങളും മറ്റനേകം ജീവജാലങ്ങളും ചത്തൊടുങ്ങി. അപ്പോൾ ഒരുപാട് എനിമൽസ് ഇതുപോലെ വളർത്തുമൃഗങ്ങളാണ്. ഒരുപാട് ആൾക്കാരുടെ എന്താണ് ജീവിത മാർഗ്ഗമാണ്. പാല് വിറ്റിട്ടും മുട്ട വിറ്റിട്ടൊക്കെ ആൾക്കാർ ജീവിക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ അവിടുത്തെ ആ കോഴികളായാലും ആടായാലും പശു ആയാലും ഇങ്ങനെ ഒഴുകി വരികയാണ്. ഒഴുകി വരിക വെച്ചാൽ ഉരുൾപൊട്ടലും വെള്ളപ്പൊക്കമൊക്കെ ഉണ്ടാകുമ്പോൾ അവരും ഇതിൽ നമുക്കിപ്പോൾ മനുഷ്യർക്ക് തന്നെ രക്ഷപ്പെടാൻ പറ്റുന്നില്ല. അതിൻ്റെ ഒപ്പം എനിമൽസിനെയും കൂടി ഒരു കൊണ്ടുപോകാൻ പറ്റാത്തതുകൊണ്ട് അങ്ങനെ കുറേ എണ്ണം ചത്തൊടുങ്ങുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ജീവഹാനി സംഭവിക്കുന്നുണ്ട്, ആൾക്കാരും മരിക്കുന്നുണ്ട്. ഇനി അവിടെ കുറച്ച് നമ്പേഴ്സ് പറഞ്ഞിട്ടുണ്ട്, അത് നിങ്ങൾ എഴുതേണ്ട ആവശ്യമില്ല കേട്ടോ. ഇത് കറക്റ്റായിട്ടുള്ള റിപ്പോർട്ടാണ്, അതിൽ നിന്നെടുത്ത ആൻസർ ആയതുകൊണ്ടാണ് ഈ നമ്പേഴ്സൊക്കെ ഇങ്ങനെയൊക്കെ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് എഴുതേണ്ട ആവശ്യമില്ല. ഇംഗ്ലീഷ് മീഡിയം എഴുതുമ്പോൾ ഈ കാര്യങ്ങൾ തന്നെ എഴുതി വയ്ക്കുക. ഹെക്ടേഴ്സ് ഓഫ് അഗ്രികൾച്ചർ ലാൻഡ് വേർ വാഷ്ഡ് അവേ ബൈ ദ ഫ്ലഡ്. വെള്ളപ്പൊക്കത്തിൽ ഒരുപാട് കൃഷി സ്ഥലങ്ങൾ ഇങ്ങനെ പോയി. ഡൊമസ്റ്റിക് അനിമൽസ്, ഓൾ കൈൻഡ് ഓഫ് ഡൊമസ്റ്റിക് അനിമൽ ലൈക്ക് കൗ, ഗോഡ്, ബഫല്ലോ, കഫ്, ഡോഗ്, ഫൗൾ ആൻഡ് മെനി അതർ ലിവിങ് തിങ്സ് ഡൈഡ്. ലോസ് ഓഫ് ലൈഫ് എന്ന് പറഞ്ഞാൽ ജീവന് വരെ എന്ത് ചെയ്തു? ജീവൻ വരെ നഷ്ടപ്പെട്ടു. ബൈ ലാൻഡ് സ്ലൈഡ് എന്ന് പറഞ്ഞിട്ട് എഴുതാം കേട്ടോ. നമ്പേഴ്സ് നിങ്ങൾ എഴുതേണ്ട ആവശ്യമില്ല. 14th question, ഫ്ലോ ചാർട്ട് പൂർത്തിയാക്കുക. സോഷ്യൽ കൺട്രോൾ, സാമൂഹ്യ നിയന്ത്രണം എന്നാണ് എഴുതിയിരിക്കുന്നത്. നമുക്ക് പഠിക്കാനുള്ള പോർഷൻ തന്നെയാണ് കേട്ടോ. അതിന് താഴെ വരുന്ന കോളംസ് ആണ് ഫില്ല് ചെയ്യുന്നത്. അപ്പോൾ സോഷ്യൽ കൺട്രോൾ അല്ലെങ്കിൽ സാമൂഹ്യ നിയന്ത്രണം രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഫോർമൽ സോഷ്യൽ കൺട്രോളും ഉണ്ട്, ഇൻഫോർമൽ സോഷ്യൽ കൺട്രോളും ഉണ്ട്. ഔപചാരിക സാമൂഹ്യ നിയന്ത്രണം, അതുപോലെ വെറും അനൗപചാരിക സാമൂഹ്യ നിയന്ത്രണം. ഇങ്ങനെയാണ് 2 തരത്തിലുള്ളത്. ഇനി അതിന് സബ്ബായിട്ടും നമുക്ക് പല കാര്യങ്ങളും വരുന്നുണ്ട്. ഇൻഫോർമൽ നോക്കുകയാണെന്ന് വെച്ചാൽ റിലീജിയൻ വരുന്നുണ്ട്, അതുപോലെ പിയർ ഗ്രൂപ്പ് വരുന്നുണ്ട്. റിലീജിയൻ
റിലീജിയനിലോട്ട് നമ്മൾ എന്ത് വേണം, ഫാമിലി എന്ന് എഴുതുക കേട്ടോ. അവിടെ കൊടുത്തിരിക്കുന്നത് തെറ്റിയിട്ടാണ് ഫാമിലി എന്ന് എഴുതുക. കുടുംബം, അപ്പോൾ മതം, കുടുംബം, സമപ്രായക്കാരുടെ സംഘം, അതാണ് ഇൻഫോർമലായിട്ട്. ഓക്കെ, ഒരു ഫോർമാലിറ്റിയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് റിലീജിയൻ എന്ന് പറയുമ്പോൾ കുറേ റിലീജിയൻസ് ഇല്ലേ, അവരൊക്കെ നമ്മൾ മനുഷ്യർ എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പിലാണ് പറയുന്നത്. അതുപോലെ നമ്മളിപ്പോൾ ഒരു കുടുംബം എന്ന് പറയുമ്പോൾ ഫാമിലിയിൽ പല മെമ്പേഴ്സ് ഉണ്ട്, പല ആണ് പെണ്ണ് അങ്ങനെയുള്ള ഓരോ തരത്തിലുണ്ടായിരിക്കും, ഓരോ ഏജസ് ഉണ്ടായിരിക്കും. അതിന് നമ്മൾ അനൗപചാരിക സാമൂഹ്യ നിയന്ത്രണം എന്ന് പറയും, ഇൻഫോർമൽ സോഷ്യൽ കൺട്രോൾ. ഇനി ഫോർമൽ സോഷ്യൽ കൺട്രോൾ എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും ഒരു ലോ ഉള്ളത്, ഓക്കെ, ഒരു നിയമങ്ങളും കാര്യങ്ങളും ഉള്ളത്. അത് പോലീസ്, മിലിറ്ററി, അതുപോലെ കോടതി, ജയിൽ, പ്രിസൺ, ഇതൊക്കെയാണ് എന്താണ് ഫോർമൽ സോഷ്യൽ കൺട്രോൾ. ഇതിനൊക്കെ ഒരു ഫോർമാലിറ്റീസ് ഉണ്ട്. ഓക്കെ, നമ്മുടെ വീടിനകത്ത് ഇതുപോലെ തന്നെ ഓരോ നിയമങ്ങളും കാര്യങ്ങളാണോ? ഇല്ലല്ലോ. നിയമങ്ങളും കാര്യങ്ങളും വരുന്നത് ഫോർമൽ ഔപചാരിക സാമൂഹ്യ നിയന്ത്രണം കേട്ടോ. അങ്ങനെ ആലോചിച്ച് ഇതൊന്ന് കംപ്ലീറ്റ് ചെയ്യാൻ പഠിച്ചു വെച്ചോളോ. 15th ക്വസ്റ്റ്യൻ, ജലമലിനീകരണം എന്നാൽ എന്ത്? ജലമലിനീകരണത്തിൻ്റെ ദൂഷ്യഫലങ്ങൾ ഏവ എന്ന് ചോദിച്ചിരിക്കുന്നത്. വാട്ട് ഈസ് വാട്ടർ പൊല്യൂഷൻ? മെൻഷൻ ദ ഇൽ എഫക്ട്സ് ഓഫ് വാട്ടർ പൊല്യൂഷൻ. The undesirable change in the physical, chemical and biological properties of water is termed as water pollution. Water pollution not only affects the availability of fresh water but leads to the pollution of land and air as well. The survival of plants and animals are put to danger. ജലത്തിൻ്റെ ഭൗതിക ഗുണങ്ങളിലും രാസഗുണങ്ങളിലും ജൈവപരമായ സവിശേഷതകളിലും വരുന്ന ഹാനികരമായ മാറ്റമാണ് ജലമലിനീകരണം. അപ്പോൾ നമ്മുടെ ഒരു വെള്ളത്തിൻ്റെ തന്നെ ഫിസിക്കലായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടായിരിക്കാം, കെമിക്കലായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടായിരിക്കാം, ബയോളജിക്കലായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടായിരിക്കാം. അപ്പോൾ അങ്ങനെ വെള്ളത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ വഴിയാണ് എന്ത്, വെള്ളം പൊല്യൂട്ടഡ് ആണ്, മലിനീകരണപ്പെടുന്നത്. ഇപ്പം നമ്മൾ എന്തെങ്കിലും ഒരു കെമിക്കൽ വസ്തു വെള്ളത്തിൽ കൊണ്ടുപോയിട്ട് ആ വെള്ളത്തിനാണ് അവിടെ മാറ്റം വരുന്നത്. അത് കെമിക്കലി എന്തൊക്കെ മാറ്റങ്ങൾ വരുന്നു, അതിൽ ഓരോ ജീവജാലങ്ങൾ ഇങ്ങനെ പുഴുക്കളൊക്കെ വളർന്നുകൊണ്ടിരിക്കുകയെന്ന് വെച്ചാൽ അത് ബയോളജിക്കൽ മാറ്റം, അപ്പോൾ അതും പൊല്യൂട്ടഡ് ആവുന്നുണ്ട്. ഓക്കെ, മനുഷ്യർക്ക് യൂസ് ചെയ്യാൻ പറ്റില്ലല്ലോ, അതാണ് ഉദ്ദേശിക്കുന്നത്. അതിനാണ് വാട്ടർ പൊല്യൂഷൻ എന്ന് പറയുന്നത്. ഫിസിക്കലാവാം, കെമിക്കലാവാം, ബയോളജിക്കലാവാം. ഓക്കെ, ഇങ്ങനെ നമ്മൾ മലയാളത്തിൽ പറയാം, രാസഗുണങ്ങളാവാം, ജൈവപരമായിട്ടുള്ള ആ ഒരു രീതിയിലായിരിക്കാം. ഓക്കെ, ജലമലിനീകരണത്തിൻ്റെ ദൂഷ്യഫലങ്ങൾ ശുദ്ധജല ലഭ്യതയെ പ്രതികൂലമായി ബാധിക്കുന്നു. വാട്ടർ പൊല്യൂഷൻ നോട്ട് ഓൺലി എഫക്ട് ദ അവൈലബിലിറ്റി ഓഫ് ഫ്രഷ് വാട്ടർ എന്ന് നമ്മൾ പറഞ്ഞു, അതുതന്നെ. ഇനി മണ്ണ്, വായു എന്നിവയുടെ മലിനീകരണത്തിലേക്ക് നയിക്കുന്നു. അപ്പോൾ എന്താണ് ഇവിടെ നയിക്കുന്നതിലേക്ക്? ജലമലിനീകരണത്തിൻ്റെ ദൂഷ്യഫലങ്ങൾ ശുദ്ധജല ലഭ്യതയെ പ്രതികൂലമായി ബാധിക്കുന്നുണ്ട്. മണ്ണ്, വായു എന്നിവയുടെ മലിനീകരണത്തിലേക്ക് അത് നയിക്കുന്നുണ്ട്. കാരണം ഈ വെള്ളം ഒഴുകുന്ന സ്ഥലങ്ങളിലൂടെയൊക്കെ മണ്ണിലൂടെയാണല്ലോ ഒഴുകുക, അവിടെയും എന്ത് ചെയ്യും, മലിനീകരണപ്പെടുന്നുണ്ട്. ഈ വെള്ളം നീരാവിയായിട്ട് പോകുമ്പോൾ അത് നമ്മുടെ എയറിൽ തടങ്ങിയിട്ട് അവിടെയും എന്ത് ചെയ്യുന്നുണ്ട്, ഈ വായുവിൽ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. അത് തന്നെയാണ് നമ്മൾ ബ്രീത്ത് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ശ്വസിക്കുന്ന ആ ഒരു വായുവിലും എയറിലും എന്ത് ചെയ്യുന്നുണ്ട്, മലിനീകരണം ഉണ്ടാവുന്നുണ്ട്. ജീവജാലങ്ങളുടെ നിലനിൽപ്പിന് അപകടത്തിലാകുന്നുണ്ട്. നമ്മൾ പറഞ്ഞത് ദ സർവൈവൽ ഓഫ് പ്ലാന്റ്സ് ആൻഡ് അനിമൽസ് ആർ പുട്ട് ടു ഡേഞ്ചർ എന്ന്, അവരെയും അത് ബാധിക്കുന്നുണ്ട്. ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ആരാണ്? നമ്മൾ മനുഷ്യരെയാണ്. എല്ലാവരെയും ബാധിക്കുന്നുണ്ട്, മൃഗങ്ങളെയൊക്കെ ബാധിക്കുന്നുണ്ട്, നമ്മളെയും ബാധിക്കുന്നുണ്ട്. ഓക്കെ, ലാസ്റ്റ് സെക്ഷനാണ്. 16-17 ചോദ്യങ്ങളിൽ ഏതെങ്കിലും ഒരെണ്ണത്തിന് ഉത്തരം എഴുതുക. 5 സ്കോറാണ് കേട്ടോ. പ്രാദേശിക വികസനത്തിൻ്റെ ത്രിതല പഞ്ചായത്തുകളുടെ പങ്ക് വിശദമാക്കുക. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ്, റിപ്പീറ്റഡ് ആയിട്ട് വരാറുള്ളൊരു ക്വസ്റ്റ്യനാണ് കേട്ടോ. എക്സ്പ്ലെയിൻ ദ റോൾ ഓഫ് ദ 3 ടയർ സിസ്റ്റം ഓഫ് പഞ്ചായത്ത് ഇൻ ലോക്കൽ ഡെവലപ്മെൻറ്റ്. അപ്പോൾ അതിനെ നമ്മൾ ത്രിതല പഞ്ചായത്ത് സംവിധാനം എന്ന് നമ്മൾ പറയും. ഗ്രാമപഞ്ചായത്ത്, അതിലാദ്യത്തെ ഗ്രാമപഞ്ചായത്ത്, 3 വരുന്നത്. ത്രിതല അല്ലെങ്കിൽ 3 ടയർ എന്ന് പറഞ്ഞാൽ 3. അപ്പോൾ 3 ഒന്നാമത്തത് ഗ്രാമപഞ്ചായത്ത്, പിന്നെ ബ്ലോക്ക് പഞ്ചായത്ത്, പിന്നെ ജില്ലാ പഞ്ചായത്ത്. നിങ്ങൾ കുറച്ചും കൂടി പോയിൻറ്റ്സ് ഇൻക്ലൂഡ് ചെയ്തോളൂ കേട്ടോ. ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് പഠിക്കാൻ വേഗത്തിലുള്ള പോയിൻറ്റ്സാണ് കൊടുക്കുന്നത്, ഇതൊന്നും കൂടി വിശദീകരിച്ച് കൊടുക്കാം. ഓക്കെ, ഫസ്റ്റ് ഗ്രാമപഞ്ചായത്ത് നോക്കിക്കഴിഞ്ഞാൽ പ്രാദേശിക വികസന ആവശ്യങ്ങൾ വാർഡ് തല ഗ്രാമസഭകളിൽ ചർച്ച ചെയ്യുന്നു. അത് വാർഡുകളിലാണ്. ഓക്കെ, അവിടുത്തെ ആവശ്യങ്ങൾ ക്രോഡീകരിച്ച് പദ്ധതികളായി സമർപ്പിക്കുന്നു. അപ്പോൾ അവരുടെ ആവശ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കുന്നു. എല്ലാവരുടെയും ആവശ്യങ്ങൾ നോക്കിയിട്ട് ഓരോ പദ്ധതി എന്നുള്ള പേരിൽ നമ്മൾ കൊടുക്കുന്നു. കുടിവെള്ള പദ്ധതി എന്നൊക്കെ നമ്മൾ പറയാറില്ലേ, അങ്ങനെ ഓരോ ഗ്രൂപ്പ് ആക്കുന്നുണ്ട്. അടുത്തത് ബ്ലോക്ക് പഞ്ചായത്ത്. അപ്പോൾ ഗ്രാമപഞ്ചായത്ത് കഴിഞ്ഞ് ബ്ലോക്ക് പഞ്ചായത്ത്. ഗ്രാമപഞ്ചായത്ത് വാർഡുകളിലായിരുന്നു കേട്ടോ. ഗ്രാമപഞ്ചായത്തിൻ്റെ പദ്ധതികൾ വിലയിരുത്തി മുൻഗണനാ ക്രമത്തിൽ ജില്ലാ തലത്തിലേക്ക് സമർപ്പിക്കുന്നു. അപ്പോൾ ഗ്രാമപഞ്ചായത്തിൽ അവർ ഓരോരുത്തരുടെയും പ്രശ്നങ്ങളൊക്കെ നോക്കി, വാർഡുകളിലെ പ്രശ്നമൊക്കെ നോക്കിയിട്ട് അവരവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, എല്ലാം ഇങ്ങനെ ക്രമത്തിലാക്കി വെച്ചിട്ടുണ്ടാവും. അതാര് ചെയ്യും, ആ ഗ്രാമപഞ്ചായത്തിൽ ആ പദ്ധതികൾ ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് കൊടുക്കും. അവരത് വിലയിരുത്തിയിട്ട് ഏതിനൊക്കെയാണ് ഏറ്റവും കൂടുതൽ മുൻഗണന കൊടുക്കേണ്ടത്. ഇപ്പം നമുക്കിപ്പോൾ ഒരു കുട്ടിയുടെ പഠിപ്പ് വന്നു,
പിന്നെ ഏതെങ്കിലും ഒരു പൈപ്പ് നാശമായത് ശരിയാക്കേണ്ടി വന്നു. അപ്പോൾ നമുക്ക് ഫസ്റ്റ് വേണ്ട എന്താ, പൈപ്പ് ആദ്യം ശരിയാക്കണം. കാരണം പൈപ്പിൽ നിന്ന് വെള്ളം പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് ആദ്യം ശരിയാക്കുക. പിന്നെ ആ കുട്ടിയുടെ പഠിപ്പിന് നമ്മൾ മുൻഗണന കൊടുത്തു. അങ്ങനെ ഓരോരോ മുൻഗണന അനുസരിച്ചിട്ട് ഓരോ രീതിയിലാക്കുന്നത് ബ്ലോക്ക് പഞ്ചായത്ത്. അവരതെന്ത് ചെയ്യും, ജില്ലാ തലത്തിലേക്ക് സമർപ്പിക്കുന്നുണ്ട്. ജില്ലാ തലത്തിലേക്ക് സമർപ്പിക്കുമ്പോൾ അത് പോകുന്നത് എങ്ങനെയാണ്, ജില്ലാ പഞ്ചായത്തിലേക്ക്. അതാണ് മൂന്നാമത്തത്. ബ്ലോക്ക് പഞ്ചായത്ത് പരിശോധിച്ച പദ്ധതികൾക്ക് ജില്ലാതല പ്ലാനിംഗ് കമ്മിറ്റി അംഗീകാരം നൽകുന്നു. അത് അവരവിടെ നിന്ന് ഇങ്ങോട്ട് അയച്ചു കഴിഞ്ഞാൽ ഇവരതൊക്കെ നോക്കിയിട്ട് അതിന് അംഗീകാരം കൊടുക്കേണ്ടതാണെങ്കിൽ അംഗീകാരം നൽകും. സംസ്ഥാന ആസൂത്രണ ബോർഡിന് ഇവ കൈമാറുന്നു. അത് കഴിഞ്ഞിട്ട് സംസ്ഥാനത്തേക്ക് അവരത് കൈമാറുന്നു. അത്രയേ ഉള്ളൂ കേട്ടോ. 3 മനസ്സിലായല്ലോ, കാര്യങ്ങൾ മനസ്സിലായല്ലോ. സോ ഫസ്റ്റ് വൺ ഗ്രാമപഞ്ചായത്ത്. ഇപ്പം നമ്മൾ പറഞ്ഞ അതേ കാര്യം തന്നെ ഇംഗ്ലീഷിലേക്ക് കൺവേർട്ട് ചെയ്യണം കേട്ടോ. ഫസ്റ്റ് ഗ്രാമപഞ്ചായത്ത്. The local development needs are discussed at the Grama Sabhas at the village level. The demands generated are compiled and presented in the form of plans. അത് കഴിഞ്ഞ് ബ്ലോക്ക് പഞ്ചായത്ത്. The projects submitted by Panchayat are listed and submitted to district Panchayat on the basis of preference. നമ്മൾ പറഞ്ഞു മുൻഗണന അനുസരിച്ചിട്ട് വാർഡിൽ നിന്ന് കിട്ടിയ ഇൻഫോർമേഷൻസ് നോക്കി അതിൽ ഏത് പ്ലാനിനാണ് ഏറ്റവും മുൻഗണന കൊടുക്കേണ്ടതെന്ന് നോക്കിയിട്ട് അവരെന്ത് ചെയ്യും, അത് ഡിസ്ട്രിക്ട് പഞ്ചായത്തിലേക്ക് സെൻഡ് ചെയ്യും. The project submitted by the block panchayat is examined by the district level planning committee to give approval. അവിടെ അത് ഡിസ്ട്രിക്ട് ലെവൽ കമ്മിറ്റി ഉണ്ടായിരിക്കും. അവരത് നോക്കും, അതിന് അവർക്ക് അപ്രൂവ് കൊടുക്കണ്ടേ എന്നുള്ളത്. അതിനുശേഷം അവരെന്ത് ചെയ്യും, ദി പ്രൊജക്ട് വിൽ ബി ഹാൻഡഡ് ഓവർ ടു ദ സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡ്. അതിനുശേഷം സംസ്ഥാനത്തേക്ക് അയക്കുമെന്ന് പറഞ്ഞു. അതാണ് സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡിലേക്ക് അവരെന്ത് ചെയ്യും, അത് ഡയറക്റ്റ് ചെയ്യും. ഇങ്ങനെയാണ് 3 ഫോംസിൽ. ഇതേ പിക്ചർ തന്നെ നമുക്ക് ടെക്സ്റ്റിലുണ്ട് കേട്ടോ. ഞാൻ നിങ്ങൾ ഒന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്തിട്ട് എഴുതുക. നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് 17th ക്വസ്റ്റ്യൻ. എക്സ്പ്ലെയിൻ ദ ആക്ടിവിറ്റീസ് ദാറ്റ് ഹെൽപ്പ് ഇൻ സർഫേസ് റൺ ഓഫ് ഹാർവെസ്റ്റിംഗ്. ഉപരിതല നീരൊഴുക്കിൻ്റെ സംഭരണത്തിന് സഹായകമാകുന്ന പ്രവർത്തനങ്ങൾ വിശദമാക്കുക. ഇവിടെ വിശദമാക്കാൻ പറഞ്ഞിട്ടുണ്ട്, ടെക്സ്റ്റിൽ നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കതിൽ പോയിൻറ്റ്സ് മാത്രം നോക്കാം, എന്തൊക്കെ പ്രൊജക്ട്സ് ആണ് അതിൽ വരുന്നതെന്നുള്ളത് നോക്കാം. കൺസർവേഷൻ ഓഫ് വെറ്റ്ലാൻഡ്, അതാണ് ഒന്നാമത്തെ. രണ്ടാമത്തെ പ്രൊട്ടക്ഷൻ ഓഫ് ഫോറസ്റ്റ്. ആൻഡ് തേർഡ് ടെറസ് ഫാമിംഗ്. ഫോർത്ത് മൾച്ചിങ്. Fifth, construction of check dam. And sixth one, construction of mud walls and digging rainwater percolation pits. ഉപരിതല നീരൊഴുക്കിൻ്റെ സംഭരണം അത് ഏതൊക്കെ രീതിയിലാണെന്നാണ് പറയുന്നത്. തണ്ണീർത്തടങ്ങൾ സംരക്ഷിക്കുക, വനങ്ങൾ നിലനിർത്തുക, മരങ്ങൾ നട്ടുവളർത്തുക, ബഹുനില കൃഷി, തട്ടുകൃഷി, പുതയിടൽ, തടയണകൾ നിർമ്മിക്കൽ, കയ്യാലകൾ നിർമ്മിക്കുക, മഴക്കുഴികൾ നിർമ്മിക്കുക. ഇതൊക്കെയാണ് നമ്മുടെ ആ ഒരു പ്രൊജക്റ്റിൻ്റെ അല്ലെങ്കിൽ ഇതിൻ്റെ സംഭരണത്തിനുള്ള ഓരോ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് കേട്ടോ. സർഫേസ് റൺ ഓഫ് ഹാർവെസ്റ്റിങ്ങിൻ്റെ ഓരോ ആക്ടിവിറ്റീസ് ഇതാണ്. ഇതിനെപ്പറ്റി എക്സ്പ്ലെയിൻ ചെയ്യുന്ന 2-3 പോയിൻറ്റ്സ് നിങ്ങൾ ടെക്സ്റ്റിൻ്റെ അടുത്ത് എഴുതാം. ഓക്കെ, അപ്പോൾ ഇതോട് കൂടിയിട്ട് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ എക്സ്പ്ലനേഷൻ ഇവിടെ കംപ്ലീറ്റ് ചെയ്യുകയാണ്. ഇതുപോലെ നിങ്ങളുടെ എല്ലാ സബ്ജക്റ്റിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ഇയറിലും ഇതുപോലെ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ അത് കാണാനായിട്ട് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കുന്നുണ്ട്. അത് നിങ്ങളൊന്ന് വാച്ച് ചെയ്യുക കേട്ടോ. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ആയിട്ട് ചോദിക്കാം. താങ്ക് യു.